ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സരസ്വതി. ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കൂ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും, ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടോ എന്ന്. ഈയിടെയായി കാലുകളിൽ നീര്, കൈകളിൽ നീര്, അതുപോലെ തന്നെ ശരീരത്തിന് ബലമില്ലാതാവുക, മസിൽ കുറഞ്ഞ ശരീരം മൊത്തം വേദന വരിക, ഉറക്കം തൂങ്ങൽ, അതുപോലെ മുടി കൊഴിഞ്ഞു പോകും, നന്നായി മുടി കൊഴിയുക, രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ വരിക, പിന്നെ അസ്ഥികൾക്ക് ബലം കുറയുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ എല്ല് പൊട്ടിപ്പോകും. അതാണ് വീണ്ടുണ്ടാവുക. പിന്നെ ശരീരഭാരം കുറയുക, അതല്ലെങ്കിൽ കൂടുകയും ചെയ്യും. ചിലർക്ക് നന്നായി കുറയും, ചിലർക്ക് ഭാരം കുറയുകയും ചെയ്യും, ചിലർക്ക് വെയിറ്റ് കൂടും. പിന്നെ തലമുടിക്ക് ബലമില്ലാതായി വരും, ശരീരത്തിന് കരുത്തില്ലാതാവും. കരുത്തില്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ബലം കുറയും. അപ്പം നമ്മൾ എന്തെങ്കിലും കുറച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതിന് മതിഞ്ഞൊന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് കിടക്കട്ടെ എന്ന് തോന്നും. അത് നമ്മുടെ ശരീരം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ശരീരത്തിന് അത്രയും ബലം കുറയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇതൊക്കെ ശരീരത്തിന് എപ്പോഴും ഉറക്കം തോന്നും. നമ്മൾ നിന്നിട്ടാണെങ്കിൽ നമ്മൾ ഉറങ്ങും. പിന്നെ ഇതൊക്കെ എന്താണ്? ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് പിന്നെ പലർക്കും അറിയില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന്. അതാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ശക്തിയും ബലവും നൽകുന്ന ശക്തിയും ബലവും നൽകുന്ന ഒരു പ്രോട്ടീൻ പൗഡർ, മോദിക്കയിലെ ഓൾപ്ലൈൻ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന പ്രോട്ടീൻ പൗഡർ. ഇത് എന്ന് വെച്ചാൽ 100% വെജിറ്റേറിയനാണ്, അനിമൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. ഇത് ട്രൈബ്ലൻഡ് എന്ന് പറഞ്ഞാൽ 100% എന്താ പറയുക, 100% പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. 100% പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ 9 എസൻഷ്യൽ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആർക്കും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ കിഡ്നി പേഷ്യൻ്റ്, ഹാർട്ട് പേഷ്യൻ്റ് ഒഴികെയുള്ള ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിന് ടേസ്റ്റില്ല, മധുരമില്ല, ഉപ്പില്ല, ഒന്നുമില്ല. ഇതൊരു പൊടിയാണിത്. ഇതെടുത്തുള്ളത് എന്നാണ്? സോയ, ഗോതമ്പ്, മഞ്ഞപ്പട്ടാണി. ഇതിൽ നിന്ന് പ്രകൃതിദത്തമായ രീതിയിൽ സംസ്കരിച്ചെടുത്തിട്ടുള്ളൊരു പൗഡറാണ് ഈ പ്രോട്ടീൻ പൗഡർ. നമ്മൾ ഒരു സ്പൂൺ ഒരു ദിവസം പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് പാലിലോ വെള്ളത്തിലോ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇനി പാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, പാലുൽപ്പന്നങ്ങളോ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാകാം. അവർക്കും ഇത് ഉപയോഗിക്കാം. എങ്ങനെ? വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് കഴിച്ചാൽ മതി. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കുക, കുടിക്കുക. പഞ്ചസാര വേണമെങ്കിൽ, ഇത് ഷുഗർ ഫ്രീ ആണ്, ലാക്ടോസ് ഫ്രീ ആണ്, പിന്നെ ഫാറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇതൊന്നും തന്നെ കൊളസ്ട്രോൾ ഫ്രീ ആണ്. ഇതൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് പാല് ഉപയോഗിക്കാത്തവർക്ക് ഉപയോഗിക്കാം, ഷുഗർ ഉള്ളവർക്ക് ഉപയോഗിക്കാം. അവർക്കിത് മധുരമില്ലാത്ത സാധനം ആയതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെ ഇത് ഇത്രയും ഒരു സ്പൂൺ 10 ഗ്രാം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ മതി. ഒരു ദിവസം നമ്മൾ 10 ഗ്രാം കഴിച്ചാൽ മതി. അതായത് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂണിൽ കോരിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ദിവസം നമുക്ക് ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആയതുകൊണ്ട് പറയുകയാണ്, ഒരു മാസമെങ്കിലും നമ്മളിത് കഴിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് അസുഖങ്ങൾ തീർത്താൻ നമുക്ക് ഈ സപ്ലിമെൻ്റ് കൊണ്ട് കഴിയും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ബ്ലഡ് കുറവായിരുന്നു, പ്രോട്ടീൻ കുറവായിരുന്നു. അപ്പോൾ എന്താ ചെയ്ത്? ഡോക്ടർ പറഞ്ഞു പ്രോട്ടീൻ കുറവാണ്, ബ്ലഡ് കുറവാണ്. ഇത് കുറച്ച് ടാബ്ലറ്റ് ഇതൊക്കെ എഴുതി തന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? അതൊന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ അയൺ ആൻഡ് ഫോളിക് ആസിഡ് എന്നുള്ള ടാബ്ലറ്റ് ഞങ്ങളുടെ ഇതിൽ തന്നെ സപ്ലിമെൻ്റ് ഉണ്ട്, അത് കഴിച്ചു. പക്ഷെ അത് ഞാൻ ഒരു മാസം കഴിച്ചപ്പോഴേക്കും എനിക്ക് പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായി. നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റം നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം ഇത് അനിമൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. ഇത് ടോട്ടലി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ദഹന പ്രശ്നങ്ങൾ വരുന്നില്ല. വയസ്സായവർക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കിട്ടാം. 5 വയസ്സിൽ കൂടുതൽ വരുന്ന കുട്ടികൾക്ക്
അവരെ വെയിറ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം അവർക്ക് പ്രോട്ടീൻ കിട്ടാതെ വരുമ്പോൾ വളർച്ച മുരടിക്കും. അതുപോലെ തന്നെ എന്തുണ്ടാവില്ല, പഠിക്കാനുള്ള ബുദ്ധി അത് കുറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കുട്ടികൾക്ക് വരും. അപ്പോൾ അവർക്കിത് നൽകാൻ പറ്റും. അവരെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ ഇത് 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് കൊടുത്താൽ അവർക്ക് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ശരിയായ പ്രോട്ടീൻ നമ്മൾക്ക് ഇതിപ്പോൾ നമ്മളങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും. അതുപോലെ തന്നെ ബോഡി സ്ട്രെങ്ത്ത്, മസിലിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലുകൾക്കാണെങ്കിൽ നമ്മൾക്ക് സന്ധികളിലുണ്ടാകുന്ന വേദനകൾക്കൊക്കെ കുറവ് വരും. എനിക്ക് അങ്ങനെയാണ് പെയിനും വന്നിരുന്നു. എൻ്റെ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചപ്പോൾ ആ പെയിനെല്ലാം മാറി എന്നുള്ളതാണ്. എല്ലിൻ്റെ പെയിനും നന്നായി മാറി. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പെയിനും മാറി. മുടിയുടെ പ്രശ്നം തീർന്നു. അങ്ങനെ പഴയതെല്ലാം പോയി, എന്നാലും നമ്മുടെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ളൊരു നല്ല സാധനമാണ് ഈ പ്രോട്ടീൻ പൗഡർ. പിന്നെ തന്നെ നമ്മൾ എന്നാണ് ശരിയായ ആഹാരവും ശരിയായ പ്രോട്ടീനും ശരിയായ പോഷണം നമ്മുടെ ശരീരത്തിന് നൽകുന്നത്, അന്ന് നമ്മൾ ഊർജ്ജസ്വലരായിരിക്കും. ഈ പ്രോട്ടീൻ കുറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ 60 കിലോഗ്രാം വരുന്നൊരു മനുഷ്യന് 60 ഗ്രാം പ്രോട്ടീൻ ദിവസവും ആവശ്യമാണ്. അത് നമ്മളുടെ എന്തായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതിനാണ് പറയുന്നത് നമ്മൾ ഇത് ഒരു സ്പൂൺ കഴിച്ചാൽ മതി. നമ്മൾ 1 സ്പൂൺ കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടി കിട്ടും. പിന്നെ അതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ കിഡ്നി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റും കഴിക്കരുത്. അവർക്ക് ഇത് പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. അത് ഡോക്ടർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവർ കഴിക്കണം. ആ മരുന്നുകൾ മാത്രം കഴിക്കുക. പിന്നെ ഷുഗർ ഫ്രീ ആണ്, ലാക്ടോസ് ഫ്രീ ആണ്, പിന്നെ കൊളസ്ട്രോൾ ഫ്രീ ആണ്. പിന്നെ സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമാണിത്. അനിമൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതിൽ. അപ്പോൾ ആർക്കും ഇത് കഴിക്കാം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു സോ മച്ച്.